ഗ്യാൻവാബിയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം ഗ്യാൻവാബി പള്ളി സ്ഥിതി ചെയ്യുന്നയിടം പണ്ടൊരു ക്ഷേത്രമായിരുന്നുവെന്നും ക്ഷേത്രാവശിഷ്ടങ്ങൾ വ്യാപകമായ രീതിയിൽ പള്ളിയുടെ പണിക്കായി ഉപയോഗിച്ചുവെന്നും അടച്ചിട്ട നിലവറയിൽ തള്ളിയ മണ്ണിനടിയിൽ ഹൈന്ദവ ദേവീദേവന്മാരുടെ ശില്പങ്ങൾ കണ്ടെത്തിയെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വാരണാസി കോടതിയിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കപ്പെട്ട 839 പേജുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ടിൻ്റെ മുഴുവൻ വിവരങ്ങളും ലഭ്യമായിട്ടില്ല. വലിയ കോടതി വ്യവഹാരങ്ങൾക്കും വിവാദ പ്രസ്താവനകൾക്കും കാരണമായ ഗ്യാൻവാബി കേസ് അയോധ്യ രാമക്ഷേത്ര ഭൂമിയിലെ കേസിനോട് സമാനമായിട്ടുള്ളതായിരുന്നു. ഗ്യാൻവാബി എന്നും ജ്ഞാൻവാബി എന്നും അറിയപ്പെടുന്ന പള്ളിയെ മുൻനിർത്തിയുള്ള തർക്കത്തിൻ്റെ അറിവിടങ്ങളിലേക്ക് മിസ്റ്ററി സ്റ്റോറിക്കൊപ്പം യാത്രയാകാം. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ദയവായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുന്നത് പുതിയ വീഡിയോകൾ എത്രയും വേഗം നിങ്ങളിലെത്താൻ സഹായിക്കുന്നതാണ്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ വിശ്വേശ്വര ക്ഷേത്രം തകർത്താണ് അവിടെ ഗ്യാൻവാബി പള്ളി പണിഞ്ഞതെന്നാണ് വിശ്വാസം. 2022 മെയ് 16 ഇപ്പോൾ ഗ്യാൻവാബി എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലുള്ള വാരണാസിയിലെ അലംഗിരി മസ്ജിദ് പരിസരത്തായി ഒരു സർവേ നടന്നു. ഈ സർവേയിൽ ഹിന്ദുക്കൾ ശിവലിംഗമെന്നും മുസ്ലിങ്ങൾ ഉറവ എന്നും വിളിക്കപ്പെടുന്ന ഒരു നിർമ്മിതി കണ്ടെത്തിയ കാര്യം വെളിയിൽ വരുന്നു. ഇത് ഒട്ടേറെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കും കാരണമാവുകയും കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനു മുൻപ് തന്നെ ഗ്യാൻവാബി മസ്ജിദ് പരിസരം തങ്ങൾക്ക് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട്, അതായത് 1991 ഹിന്ദു സംഘടനകളും മസ്ജിദ് കോമ്പൗണ്ടിലെ മാ ശൃംഗാർ ഗൗരിയുടെ ദർശനത്തിനും പൂജയ്ക്കുമായി വർഷം മുഴുവൻ തങ്ങൾക്ക് പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് അടുത്ത കാലത്തായി രാഖി സിംഗിൻ്റെ നേതൃത്വത്തിൽ 5 ഹിന്ദു സ്ത്രീകളും കോടതിയിലെത്തിയിരുന്നു. ഗ്യാൻവാബിയിൽ ശിവലിംഗമെന്ന നിർമ്മിതി കണ്ടെത്തിയതിനെ തുടർന്നുള്ള തർക്കങ്ങളിൽ സുപ്രീം കോടതി ഉത്തരവോടുകൂടി വസുംഖാന എന്ന പ്രദേശം സീൽ ചെയ്തിരുന്നു. 2023 അലഹാബാദ് ഹൈക്കോടതിയാണ് ഗ്യാൻവാബിയിൽ ഒരു ശാസ്ത്രീയ പഠനത്തിന് വഴിയൊരുക്കിയത്. ജൂലൈ 21 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള തീരുമാനമായി. ഇതിനെ ചോദ്യം ചെയ്ത് ഗ്യാൻവാബി പള്ളിക്കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ മുദ്രവെച്ച പ്രദേശമൊഴികെ സർവേയോ ഖനനമോ നടത്താവുന്നതാണ് എന്നും നിജസ്ഥിതി പരിശോധിക്കണമെന്നും ജില്ലാ ജഡ്ജി ASI ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. GPS, കാർബൺ ഡേറ്റിംഗ് മുതലായ ആധുനിക പരിശോധനാ രീതികൾ അവലംബിച്ച് ASIക്ക് സ്ഥലത്ത് പരിശോധന നടത്താമെന്നും മുൻപ് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിന് വ്യക്തമായി തെളിവുകൾ കണ്ടെത്താനും കോടതി ആവശ്യപ്പെടുന്നു. ASI ഗ്യാൻവാബി പരിസരത്ത് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ വിശദാംശം പഠന റിപ്പോർട്ടായി 2023 ഡിസംബർ 18 വാരണാസി ജില്ലാ കോടതിയിൽ സമർപ്പിക്കുന്നു. ഇതിനിടയിൽ പരിശോധനയ്ക്കെതിരെ തുടർച്ചയായി UP സെൻട്രൽ വഖഫ് ബോർഡും മസ്ജിദ് കമ്മിറ്റിയും നിരവധി ഹർജികളുമായി കോടതിയിലെത്തിയെങ്കിലും അലഹാബാദ് കോടതി ഇവയെല്ലാം തള്ളുകയും റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം 4 ആഴ്ചത്തേക്ക് വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ നിന്നും ASIയെ വിലക്കുകയും ചെയ്തു. കോടതി നിർദ്ദേശിച്ച കാലാവധി അവസാനിച്ചതോടുകൂടി അയോധ്യ പുനഃപ്രതിഷ്ഠയ്ക്ക് 2 ദിവസത്തിന് ശേഷം, അതായത് ജനുവരി 25 ASI പഠന റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങൾ പുറത്തുവിട്ടു. ASI പഠന റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് നമുക്ക് അറിവുണ്ടായിരുന്ന കാര്യം 1669 സെപ്റ്റംബറിൽ ഔറംഗസേബിൻ്റെ ഉത്തരവ് പ്രകാരം ക്ഷേത്രം തകർക്കപ്പെട്ടുവെന്നും അദ്ദേഹം തൻ്റെ താജ്മഹലിൻ്റെ കവാട മാതൃകയിൽ ഒരു മസ്ജിദ് അവിടെ പണികഴിപ്പിച്ചുവെന്നുമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ സ്തംഭം ഒഴിവാക്കി അവിടെ മുറ്റമായി രൂപാന്തരപ്പെടുത്തുകയും അന്ന് അവിടെ അധിവസിച്ചിരുന്ന ബ്രാഹ്മണർക്ക് തുടർന്നും അവിടെ താമസിക്കുവാനും സ്തംഭം സന്ദർശിക്കുവാനും വാക്കാൽ അനുമതി നൽകുമെന്നുമാണ് പറയപ്പെടുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലിൽ ഇപ്പോൾ നിലവിലുള്ള ഗ്യാൻവാബിയുടെ നിർമ്മാണ സമയത്ത് മുൻപ് നിലനിന്നിരുന്ന വിശ്വേശ്വര ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്ന് വിശദീകരിക്കുന്നു. പള്ളിയുടെ നിർമ്മാണത്തിനായി ക്ഷേത്രത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട കല്ലുകളിൽ ദേവനാഗരി, കന്നഡ,
തെലുങ്ക് ലിപികളിലുള്ള നിരവധി ലിഖിതങ്ങൾ കണ്ടെത്തി. ഇത് മുൻപ് ഇവിടെ ഒരു ക്ഷേത്രമായിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളാണ്. ഇതുകൂടാതെ ശിവൻ്റെ മറ്റൊരു നാമമായ രുദ്ര, വിഷ്ണുവിൻ്റെ പേരായ ജനാർദ്ദന, ഉമാമഹേശ്വരൻ്റെ കൂടിച്ചേരലായ ഉമേശ്വര എന്നീ നാമങ്ങളും ലിഖിതങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വേദി എന്നറിയപ്പെട്ട മഹാമുക്തിമണ്ഡപം എന്ന ലിഖിതവും ഇവിടെ നിന്നും ലഭിച്ചു. മറ്റൊരു കണ്ടെത്തൽ എന്നറിയപ്പെടുന്നത് ബയല എന്നറിയപ്പെടുന്ന ഹിന്ദു പുരാണജീവിയുടെ താമരയുടെ ഇരുവശവുമായി കൊത്തിയ ശില്പത്തിൻ്റെ വികലമാക്കപ്പെട്ട അവശിഷ്ടങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ അലങ്കാരപ്പണിയിലുള്ള മൃഗരൂപങ്ങൾ വികൃതമാക്കുകയും ക്ഷേത്രത്തിൻ്റെ സെൻറ്റർ ചേംബർ എന്ന ഭാഗം പള്ളിയുടെ സെൻറ്റർ ഹാളായി രൂപമാറ്റം വരുത്തുകയും ചെയ്തു. സെൻറ്റർ ചേംബറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിലനിന്നിരുന്ന പ്രധാന കവാടം ഇപ്പോൾ കല്ലുകൊണ്ട് കെട്ടിയടച്ചതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മെയിൻ എൻട്രൻസിന് സമാനമായ ചെറിയ കവാടത്തിലെ കൊത്തിയെടുത്ത രൂപങ്ങൾ വെട്ടിമാറ്റി ഇഷ്ടികയും കല്ലും ചാന്തും കൊണ്ട് പൊതിഞ്ഞിരുന്നു. എങ്കിലും പഴയ നിർമ്മിതിയുടെ ചെറിയ ഭാഗം ഇപ്പോഴും ദൃശ്യമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ പല തൂണുകൾ ഉപയോഗിച്ച് നിലവറകളും മറ്റ് പ്ലാറ്റ്ഫോമുകളും നിർമ്മിച്ചു. മണികൾ കൊണ്ട് അലങ്കരിച്ച സ്തംഭം, 4 വശത്തുമായി വിളക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം, 1613 CE ജനുവരി 1 വെള്ളി എന്ന ലിഖിതമുള്ള നിലവറ എന്നിവ പള്ളിയുടെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നും സൂചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാന കണ്ടുപിടുത്തമായി നിലവറകളിൽ തള്ളിയ മണ്ണിനടിയിൽ ഹിന്ദു ദേവകളുടെയും ഉപദേവതകളുടെയും ശില്പങ്ങൾ കണ്ടെത്തിയതായി അവകാശപ്പെടുന്നു. ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപ് ഇവിടെ ഒരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്ന് നിസ്സംശയം പറയാമെന്നാണ് ASA റിപ്പോർട്ട്. ക്ഷേത്രാവശിഷ്ടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കാതിരുന്നതും പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചതും ASAയുടെ വിവരശേഖരണത്തിൽ നിർണായക തെളിവായി തീർന്നു. ASA റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇനി എന്ത് എന്നാണ് രാജു ഉറ്റുനോക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും നൽകാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.